ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടായിരിക്കാം, ആരോടെങ്കിലും ആയിക്കൊള്ളട്ടെ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴൊക്കെയെങ്കിലും ചിലർ നമ്മെ തേടിയും എത്തിയിട്ടുണ്ട്. എന്ന് പറയാൻ വന്നത്, തേടി വരുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ അവരോട് പറയും, എന്ത് വേണമെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ആവശ്യം നിരത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നാൽ എല്ലാം ചെയ്യാൻ കഴിയുന്നതും, എന്താവശ്യങ്ങൾ നിരത്താൻ കഴിയുന്നതും, ഏത് സമയത്തും ഓടിച്ചെല്ലാൻ കഴിയുന്നതുമായ ഒരിടമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യം വായിക്കട്ടെ. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ആദ്യം സൂചിപ്പിച്ചല്ലോ, മറ്റാരെങ്കിലുമൊക്കെ ഈ മനുഷ്യൻ്റെ അടുക്കലൂടെ വന്നു പോയിട്ടുണ്ടാവാം. അവരോടൊക്കെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുമില്ല. എന്തെങ്കിലും കൊടുത്ത് അവനെ ഒഴിവാക്കാനായിരിക്കും പലരും ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പലരാലും ഒഴിവാക്കപ്പെട്ട ആ മനുഷ്യൻ അവിടെ വീണ്ടും നിരാശയോടെ ഇരിക്കുമ്പോഴാണ് മഹാരാജനായ കർത്താവ് അതുവഴി വരുന്നത്. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി, അതെ, കർത്താവ് ഒന്നും രഹസ്യത്തിൽ ചെയ്തിട്ടില്ല, എല്ലാം പരസ്യമായി തന്നെ എല്ലാവരും കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് നിലവിളിച്ചുകൊണ്ട്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറയുന്നത്. യേശു ആ വഴി പോകുമ്പോൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. യേശു അവനെ വിളിച്ചു, അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നോക്കൂ, ലോകത്തിൽ ആർക്കും ചോദിക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ്, നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ളത്. യെസ് പ്രിയരെ, തൻ്റെ ജീവൻ പോലും നമുക്കായി തരുവാൻ തയ്യാറുള്ള കർത്താവാണ് ചോദിക്കുന്നത്. ഇന്നും അതേ ചോദ്യം നിങ്ങളോട് ആവർത്തിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് സാധ്യമാക്കും. ആ കുരുടനെ കർത്താവ് സൗഖ്യമാക്കി, നിങ്ങളെയും കർത്താവ് സഹായിപ്പാൻ വിശ്വസൻ.